ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേയ്സ് വിത്ത് മീ. അപ്പോൾ ഒരു 90 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചലഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഞാൻ ജൂൺ 22-നാണ് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 90 ഡേയ്സിൻ്റെ ചലഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 9 കോളവും താഴോട്ട് ഒരു 10 കോളവും ഒരു 9 റോയും വരച്ചു. അതിനുശേഷം ഇതുപോലൊരു എൻ്റെ അധികം വേറെ പേപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോൾ കളേഴ്സിൻ്റെ ഒരു പേപ്പർ ഇങ്ങനെ ഹാർഡായിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു പേപ്പറിലോട്ട് ഇത് ഞാൻ വരച്ചത് ഒട്ടിച്ച് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള രീതിയിലൊരു കട്ടിയുള്ള പേപ്പർ എടുക്കാം, എന്നിട്ട് അതിലിങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ നോർമൽ ഒരു പേപ്പറിൽ വരച്ച് നിങ്ങളുടെ ചുവരിൽ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചാർട്ട് പേപ്പറോ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി വരയ്ക്കുന്നതിൻ്റെക്കാളും കുറച്ചുകൂടി ഒരു കളർഫുള്ളൊക്കെ ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ആ ഒരു രീതിയിലോട്ടാക്കാൻ നോക്കുക. ഞാനിവിടെ ഇതിങ്ങനെ വരച്ചിട്ട് 90 ഡേയ്സ് ചലഞ്ച് എന്ന് എഴുതി. ഓൾറെഡി അതിൽ കളേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെട്ടിക്കളയുന്നില്ല, അപ്പോൾ ഒരു വൃത്തികേടാവുമെന്ന് കരുതി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതി. ഇപ്പോൾ ഓൾറെഡി ഇതിൽ 8 കോളം ഉണ്ട്. അപ്പോൾ ഒരു കോളം കൂടി വരച്ചൊരു 9 കാര്യങ്ങളാണ് ഡെയിലി ചെയ്യുക, എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതും എനിക്ക് ഓൾറെഡി ഇതിലൊരു 8 കോളം ഉള്ളതുകൊണ്ട് അതെനിക്ക് ഈ ഒരു പേപ്പർ ഓക്കെ ആയിട്ട് തോന്നിയുകൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ എടുക്കുക, ഇതുപോലെ വരയ്ക്കുക. നിങ്ങൾക്ക് എത്ര ഡേയ്സിൻ്റെ ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇപ്പം ഞാനിവിടെ 9 കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. 1 വർക്കപ്പ് ഏർലി, 2 വർക്കൗട്ട്, 3 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നതാണ്, 4-മത്തെ നോ ഷുഗർ, 5-മത്തത് ട്രൈ ടു ഈറ്റ് ഹെൽത്തി, 6-മത്തെ സ്റ്റഡി അംബീഷ്യസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്, 7-മത്തത് ഒരു ബുക്ക് റീഡ് 2 പേജ്, അതിൻ്റെ 2 പേജെങ്കിലും മിനിമം വായിക്കുക എന്നതാണ്, 8-മത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും, 9-മത്തത് സ്കിൻ ഹെയർ കെയറും മെഡിറ്റേഷനും. അത് എല്ലാം കൂടി ഒരുവിധം ഒന്ന് സെറ്റാക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നതാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ജൂൺ 22-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂൺ 22-ന് ഞാൻ ഈ ഒരു 9 ടാസ്കും ചെയ്തു, അതുകൊണ്ടാണ് 9 എന്നിട്ടത്. അതേപോലെ ഞാൻ ഓരോ ദിവസം എത്ര ടാസ്ക് ചെയ്യും എന്നതായിരിക്കും ഞാൻ ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ 2 ടാസ്ക്കാണ് ചെയ്തിട്ടുണ്ടെന്ന് 2 എന്ന നമ്പറായിരിക്കും എഴുതുക. ഞാൻ അത് കുറച്ചുകൂടി ഒന്ന് കളേഴ്സൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് മനോഹരമാക്കി. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ നല്ല കഴിവുള്ളവരാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കളേഴ്സൊക്കെ വെച്ച് പടമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല കുറച്ചുകൂടി ഒരു ഭംഗി നല്ലൊരു മെനയാക്കി എടുക്കാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ജൂൺ 22 ആയതുകൊണ്ട് ആ ഒരു ഡേറ്റ് ഇങ്ങനെ സൈഡിൽ ചെറിയ രീതിയിലൊന്ന് അടയാളപ്പെടുത്തി വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വിട്ടുപോയാലും പെട്ടെന്ന് ഇങ്ങനെ എണ്ണി എടുക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത ദിവസം ആയതുകൊണ്ട് ഒരു യെല്ലോ കളർ വെച്ച് അതിനെ ഷെയ്ഡ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ അന്ന് മാത്രമാണ് ഞാൻ യെല്ലോ ഷെയ്ഡ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു 6-ൽ കൂടുതൽ ചെയ്താലും നമുക്ക് ഒരു ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒട്ടും ഒരു 2-3 ഒക്കെ ചെയ്തതിൽ വേറൊരു ഷെയ്ഡ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് അന്നത്തെ ദിവസം ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ എനിക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്, അതുകൊണ്ട് ഇങ്ങനെ മടക്കി വയ്ക്കും. കൂടുതലും ഇങ്ങനെ നോന്നിരിക്കുന്നതാണ് എളുപ്പം. പിന്നെ എനിക്കിവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരൊന്നും കാണരുതെന്ന രീതിയിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഒരു ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ബൈ.